പ്രാചീന കേരളത്തിൽ അറിവ് ശേഖരിക്കാനും കൈമാറാനും ഉപയോഗിച്ചിരുന്ന പ്രധാന മാധ്യമമാണ് താളിയോല. ഇതിലെഴുതിയ രാമായണ ഗ്രന്ഥങ്ങളാണ് താളിയോല രാമായണം എന്നറിയപ്പെടുന്നത്. താളിയോല രാമായണത്തിന് രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, രാമായണത്തിന്റെ ഉത്ഭവം. താളിയോലകളിലാണ് രാമായണത്തിന്റെ ആദ്യകാല പതിപ്പുകൾ രേഖപ്പെടുത്തിയത്. വാൽമീകി രാമായണവും പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ രചിക്കപ്പെട്ട രാമായണ പതിപ്പുകളും താളിയോലകളിലൂടെയാണ് കൈമാറിയത്. മലയാളികൾക്ക് ഏറ്റവുമധികം പരിചിതമായ രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ഈ കൃതി താളിയോലകളിൽ രേഖപ്പെടുത്തിയാണ് ജനങ്ങളിലേക്ക് എത്തിയത്. ഇതാണ് കേരളത്തിലെ താളിയോല രാമായണങ്ങളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. താളിയോല രാമായണം കേവലം ഒരു മതഗ്രന്ഥം എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖ കൂടിയാണ്. താളിയോല രാമായണം നൽകുന്ന ചരിത്രപരമായ വിവരങ്ങൾ. ഭാഷാപരമായ ചരിത്രം. താളിയോല രാമായണങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മലയാള ഭാഷയുടെ പരിണാമം വ്യക്തമാക്കുന്നു. ചെന്തമിഴ്, തമിഴ്, മലയാളം എന്നീ ഭാഷാരൂപങ്ങളിലൂടെയുള്ള പരിണാമം താളിയോലകളിലെ രാമായണ രചനകളിൽ നിന്ന് മനസ്സിലാക്കാം. താളിയോലകളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപികൾ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാണ്മ തുടങ്ങിയവയാണ്. ഈ ലിപികളുടെ പരിണാമവും മലയാളം ലിപിയുടെ ആവിർഭാവവും താളിയോല രാമായണം വഴി പഠിക്കാം. താളിയോല രാമായണങ്ങളിൽ അക്കാലത്തെ സാമൂഹിക ഘടന, ജീവിതരീതികൾ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. രാമായണം കൈയെഴുത്തുപ്രതികൾ പകർത്തിയെഴുതിയവരുടെ കൈയക്ഷരങ്ങൾ, പകർത്തിയ വർഷം, എഴുതിയ സ്ഥലം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചില താളിയോലകളിൽ കാണാം. ചില താളിയോല രാമായണങ്ങളിൽ രാമായണ കഥാസന്ദർഭങ്ങൾ ചിത്രങ്ങളായി വരച്ചു ചേർത്തിട്ടുണ്ട്. ചിത്രരാമായണം എന്നറിയപ്പെടുന്ന ഇത്തരം താളിയോലകൾ കേരളത്തിലെ പുരാതന ചിത്രകലാരീതികളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. താളിയോലകളിൽ ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത്, എത്ര പേജുകൾ ഒരു പുസ്തകത്തിലുണ്ടായിരുന്നു, അവയുടെ വലുപ്പം, സൂക്ഷിച്ച രീതി എന്നിവയെല്ലാം താളിയോല രാമായണങ്ങൾ മനസ്സിലാക്കിത്തരുന്നു. കർക്കടക രാമായണ മാസം. കേരളത്തിലെ ഒരു പ്രധാന ആചാരമാണ് കർക്കടകമാസത്തിൽ രാമായണം വായിക്കുന്നത്. ഈ ആചാരം നിലവിൽ വന്നത് താളിയോല രാമായണത്തിലൂടെയാണ്. ഭക്തിപ്രസ്ഥാനം ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ രാമായണം വീടുകളിൽ വായിക്കാൻ തുടങ്ങി. അക്കാലത്ത് താളിയോലകളിലെ രാമായണം വായിച്ചാണ് ഈ ആചാരം തുടർന്നത്. താളിയോല രാമായണം ഒരു ചരിത്രരേഖയായി പരിഗണിക്കുമ്പോൾ അത് കേവലം ഒരു കഥാപുസ്തകമല്ല, കേരളീയരുടെ ഭാഷ, ലിപി, സംസ്കാരം, കല എന്നിവയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന രേഖ കൂടിയാണ്.